ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ബിറ്റ്കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഒരു ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ബിറ്റ്കോയിൻ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എൻ്റെ അനാലിസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെ സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.19 ട്രില്യൺ. ഒരു 0.84% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം 24 മണിക്കൂറിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. $30.66 ബില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട്. ഒരു 16.52% ഇൻക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറുണ്ടായിട്ടുള്ളത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ ഒരു 48.22% ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.10% ഡിക്രീസ് ആണ് ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവരുടെ ഫിയർ ഗീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു 52 ആണ് നിൽക്കുന്നത്. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫിയർ ഗീഡ് ഇൻഡെക്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ മാർക്കറ്റ് മൊത്തത്തിലുള്ള ഡൗൺ ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അവിടെ എല്ലാം റെഡ് ആയിട്ടാണ് കിടക്കുന്നത്. സോ മാർക്കറ്റ് ചെറിയ രീതിയിലൊന്ന് താഴേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഒരു 2.41% ഡിക്രീസ് ആണ് ബിറ്റ്കോയിനിൽ സംഭവിച്ചിട്ടുള്ളത്. എത്തേറിയത്തിൽ ഒരു 1.62% ഡിക്രീസ് എത്തേറിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. XRPയിൽ ഒരു 13.93% ഡിക്രീസ് XRPയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല ടോക്കൺസിലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ചെറിയ രീതിയിലൊന്നും താഴേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, CPR മന്ത്ലി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഞാൻ ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു CPR ലെവൽസ്, അതായത് ഒരു 29,000 മുതൽ 28,127 വരെയുള്ള ഈ ഒരു CPR ലെവൽസ്, അതായത് ഈ ഒരു ലെവൽസ് ബിറ്റ്കോയിൻ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് അവിടെ നിന്നും താഴേക്ക് വന്ന് ഈ ലെവൽസ് എല്ലാം തന്നെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു CPR ലെവൽസ് എന്ന് പറയുന്നത് നമുക്കൊരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ള കുറച്ച് ലെവൽസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 29,700 മുതൽ 28,100 വരെയുള്ള ഈ ഒരു ലെവൽസിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു താഴെയുള്ള ഈ ഒരു ലെവലിൽ നിന്നായിരിക്കാം പ്രൈസിന് റിജക്ഷൻ കിട്ടാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷമായിരിക്കാം പ്രൈസ് ഈ രീതിയിൽ മുകളിലേക്ക് കയറി പോകാനായിട്ട് പോകുന്നത്. സോ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടാനായിട്ട് സാധിക്കും. ആൻഡ് കഴിഞ്ഞ മാസം CPR നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം CPR ലെവൽ നോക്കുകയാണെങ്കിൽ ഈ മാസം CPR ലെവലിന് താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മന്ത് ആവാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ പോലും പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഈ CPR ലെവലിനകത്താണ്. ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാനായിട്ട് സാധ്യതയില്ലാത്തൊരു ലെവലാണ്. ഇതിന് പുറത്തേക്ക് ഈ ഒരു CPR ലെവലിന് പുറത്തേക്ക് പ്രൈസ് വരുമ്പോഴായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ മുൻപ് പലതവണ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ്. സോ ഇവിടെ നിന്ന് പ്രൈസിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു 28,100 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ എത്തിയാലും അവിടെ നിന്നും ബുള്ളിഷ് ആവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ അത്രയുമാണ്. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമ്മളിത് കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമുക്കിവിടെ ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഞാനൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് ഞാനൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് അവിടേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നടത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ നമുക്കിവിടെ താഴേക്ക് ടാർഗറ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 27,300 എന്ന് പറയുന്ന ലെവലിലേക്ക് ബിറ്റ്കോയിൻ എത്താനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ആ ഒരു പ്രൈസ് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൽ 0.5 ആൻഡ് 0.618 എന്ന് പറയുന്ന ലെവൽസാണ് ഗോൾഡൻ ലെവൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് സ്ട്രാറ്റജി അനുസരിച്ച് ഈ ഒരു 0.618 മുതൽ 0.5 വരെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്നും പ്രൈസിന് റിജക്ഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫിബൊനാച്ചി വെച്ചുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് പ്രൈസ് ഇറങ്ങി വരാനും അതിൻ്റെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടി പ്രൈസ് വീണ്ടും ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുമായിട്ടാണ് സാധ്യതകൾ എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് ഈ ഒരു അനാലിസിസും ഈ ഒരു ബ്രോഡനിങ് വഴി ചാർട്ട് പാറ്റേണിൻ്റെ ഈ ഒരു അനാലിസിസും അതുപോലെ തന്നെ ഈ ഒരു CPR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് ഒരു അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് പറ്റുന്നുണ്ട്.
ആൻഡ് ഒരു 12 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഇവിടെ ഒരു 2 ഷോൾഡറും ഒരു ഹെഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് വരെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ലൈൻ ആയിട്ടല്ല ഒരു ഏരിയ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു 12 അവർ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ 12 അവർ ക്യാൻഡിൽ വളരെ ശക്തമായിട്ടുള്ള റിജക്ഷൻ ഈ ഒരു 12 അവർ ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രൈസ് ആക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾസോ നമുക്ക് ഇവിടെ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഇവിടെ ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ആ രീതിയിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനിയും ഇത് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് ബെയറിഷ് ആവാനായിട്ടുള്ള സാധ്യതകളാണ് നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഇനി അതല്ല, പ്രൈസ് ഈ ഒരു ലെവൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ്, വളരെ ശക്തമായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മുകളിലേക്കുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ലോങ് പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ലോങ് പൊസിഷൻ തന്നെ എടുക്കണോ അതോ ഷോർട്ട് പൊസിഷൻ എടുത്താൽ മതി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിലുള്ളൊരു പാറ്റേൺ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് 2 ട്രെൻഡ് ലൈൻസിൽ കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് പോകുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്നും വീണ്ടും താഴേക്ക് തന്നെ പോകാനായിട്ടാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം ഇവിടെ ഈ രീതിയിലുള്ള സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ പ്രൈസ് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇവിടെ കൂടുതലുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇവിടെ ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് റൂൾ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 0.5 എന്ന് പറയുന്ന ഗോൾഡൻ ലെവലിൽ നിന്നാണ് ഇവിടെ റിജക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് റൂളിൻ്റെ ആ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകാനും ഒരു 28,600 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്താനുമായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ ഈ ഒരു ലെവൽസ് ആയിട്ട് പറഞ്ഞ 28,100 എന്ന് പറയുന്ന ലെവലിൽ വരെ നമുക്കൊരു താഴേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് ബാക്കിയുള്ള ചെറിയ ടൈം ഫ്രെയിംസിലായാലും നമുക്ക് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും നമുക്ക് നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കാം. ആൻഡ് ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ലൈക്കുകളാണ് എനിക്കുള്ള മോട്ടിവേഷൻ. നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് യൂട്യൂബിനെ സഹായിക്കുന്നതും നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.